നമ്മുടെ മോഹങ്ങൾക്ക് വിപരീതമായിട്ടല്ലേ ദൈവം ഒരു തീരുമാനം എടുത്തിരിക്കുന്നേ. എനിക്കൊന്നും പറയാനില്ല മോളെ. ഈ കുടുംബത്തിന് വേണ്ടി നീ എന്തൊക്കെ സഹിച്ചിട്ടുണ്ട്, അത് ഓർക്കുമ്പോ നെഞ്ച് തകരുക മോളെ. എന്നിട്ട് ഇന്നും നിനക്കൊരു ഗതി ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നും നിന്നോടുള്ള പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. ഇന്ന് വരെ മോള് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും ഓർക്കുന്നുമില്ല. ഇപ്പൊ ഈ കാര്യം ഒരു ആയുധമാക്കിക്കൊണ്ട് നിന്നെ ആട്ടി പുറത്താക്കാൻ വേണ്ടിയാ പലരും ഇവിടെ ശ്രമിക്കുന്നത്. നിങ്ങളുടെ വിവാഹമോചനം നടന്ന മിഥുന്റെ ജീവിതം ഇരുളടഞ്ഞതുപോലെയാകും. ഈ കുടുംബവും അതോടെ അന്ധകാരത്തിലാണ്ടുപോകും. ഇതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എന്താ മോളെ ഒരു വഴി? ഈ അച്ഛന് നിന്നെ ഏത് വിധേനയെ ഒന്ന് സഹായിക്കാൻ പറ്റുക? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല മോളെ. മിഥുനേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അകന്നു പോയ അതോടുകൂടി ഏട്ടന്റെ ജാതകദോഷം വളരെ വലിയ ആപത്തുകളായിട്ട് കൂടെ കൂടും. നേരെ കാലന്റെ വായിലേക്ക് മിഥുനേട്ടൻ നടന്നെടുക്കുന്നത്. എനിക്കൊട്ട് രക്ഷ നൽകാനും കഴിയില്ല. എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ ഈശ്വര. മഞ്ജരി, എന്താ ഇത്? പുതുമഴ ചാറിയപ്പോ ഭൂമി പുളകം കൊള്ളുന്ന പോലെ നീയും വല്ലാത്തൊരു ഉത്സാഹത്തിലാണല്ലോ. എന്താ കാര്യം പറ. ഇത് വെറും ഉത്സാഹമല്ല ആന്റി, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഉത്സവമാണെന്ന് പറയണം. എനിക്കും മിഥുനും ഇടയിലുണ്ടായിരുന്ന ഒരു വൻ മതിൽക്കെട്ട് നാളെ തകർന്നടിയാൻ പോവാ. ഇതിനേക്കാൾ കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കാൻ മറ്റെന്ത് വേണം? എക്സാക്ട്ലി മഞ്ജരി. ഇങ്ങനൊരു മംഗളവേളയ്ക്ക് വേണ്ടി എത്ര കാലായിട്ട് നീ തപസ്സിരിക്കാന്നുള്ള കാര്യം എനിക്കറിയാം. എന്റെ കാത്തിരിപ്പിനുള്ള ഫലമാ ഇത്രയും കാലത്തിന് ശേഷം കിട്ടിയത്. ദൈവത്തിന് ഞാൻ എത്ര പൂജയും വഴിപാട് നേർന്നിട്ടുണ്ട്. അതിന്റെ ഫലം നാളെ കിട്ടും ആന്റി. ആ മേഘിനി ഇവിടെ നിന്ന് ഒരു വട്ടം ആട്ടി പുറത്താക്കിയ ആ ഗ്യാപ്പില് മിഥുനെ ഞാൻ അടിച്ചു മാറ്റും. പിന്നെ അവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കേയില്ല. എന്തായാലും കൊള്ളാം. മേഘനയെ പോലെ ഏതു നേരവും പൂജാമുറി കയറി ഇരിക്കാണ്ട് തന്നെ ദൈവം നിന്റെ മനസ്സിലുള്ളത് സാധിച്ചു തന്നല്ലോ. ഇനി മിഥുനെ നിന്റെ അടുത്തുനിന്ന് വേർപെടുത്താൻ ആർക്കും ആവില്ല. എന്തായാലും നിന്റെ കഷ്ടകാലമൊക്കെ ഇതോടെ തീരുക. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മേഘനെ ഇവിടെ നാട്ടി പുറത്താക്കണം. എക്സാക്ട്ലി ആന്റി. എന്റെ പ്രണയമായിരുന്നു എന്റെ പൂജ, എന്റെ സ്നേഹം തന്നെയായിരുന്നു അതിന്റെ വഴിപാടും. അതുകൊണ്ടല്ലേ സാക്ഷാൽ ഭഗവാൻ പോലും എന്റെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും മേഘനയെ പുറത്താക്കാൻ തീരുമാനിച്ചത്. എനിഹൗ, കൺഗ്രാറ്റുലേഷൻസ് മഞ്ജരി. താങ്ക് യു സോ മച്ച് ആന്റി. സത്യമാണ് മിഥുനേട്ടാ, ഞാൻ എന്റെ പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കളഞ്ഞു. മിഥുനേട്ടന്റെ പ്രതിരൂപം ഉടനെ ഈ ലോകത്തെത്തുന്നറിഞ്ഞപ്പോ ആ കുഞ്ഞിനോട് എല്ലാവരും അളവില്ലാത്ത സ്നേഹം കാണിച്ചു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോ മഞ്ജരി നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ തുടങ്ങിയ അവിടെ തീരും ആ സ്നേഹവും കരുതലും എല്ലാം. പിന്നെ നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറും. മിഥുനേട്ടാ, ഒരു മിനിറ്റ് നിൽക്ക. എന്നെ കാണുന്നത് മിഥുനേട്ടന് വെറുപ്പാണെങ്കിൽ ഞാൻ ഇനി മുറിയിലേക്ക് വരുന്നില്ല. എന്നോടൊപ്പം മിഥുനേട്ടന് അടങ്ങാത്ത ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ മുറിയിൽ നിന്ന് പോയാൽ അതൊക്കെ മാറിക്കോളും.
മിഥുനേട്ടൻ എങ്ങോട്ടും പോണ്ട. നീ പോകുന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ച നീ ഈ റൂമിൽ നിന്ന് പോയതുകൊണ്ട് മാത്രം എനിക്ക് സമാധാനം കിട്ടണമെന്നില്ല. നീ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകണം. എങ്കിലേ എനിക്കൊരല്പം സന്തോഷം കിട്ടും. ദയവ് ചെയ്ത് മിഥുനേട്ടൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണമെന്നോ? എത്ര നിസ്സാരായ നീ പറയുന്നേ. സത്യത്തിൽ നിനക്ക് ക്ഷമ ചോദിക്കാനുള്ള അർഹതയുണ്ടോ? അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ തുടരാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല. ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നെന്ന് ഞാൻ ആലോചിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും ജീവിച്ചതിന്റെ ഓർമ്മയാണ്. ആരോടും പറയാതെ നീ കൊന്നു മുടിച്ചിട്ട് വന്ന് നിൽക്കുന്നത് അതങ്ങനെ ചെറിയ തെറ്റാണോ? ഒരിക്കലും അല്ല മേഘനെ. എന്റെ സ്വപ്നം നീ തകർത്ത് കളഞ്ഞത്. എന്റെ ഹൃദയമാ നീ ചവിട്ടി അരച്ചത്. നീ എന്നോട് കാണിച്ചതിന് നിന്നോട് ക്ഷമിക്കല്ല വേണ്ടേ. നിന്നെ എനിക്ക് നിന്നോടിപ്പോ വെറുപ്പാണ് മേഘനെ. നിന്റെ സാന്നിധ്യം പോലും ഇപ്പൊ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത അറപ്പുളവാക്കി തുടങ്ങിയിരിക്കുക. ഇത്രയും കാലം നിന്നെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് എന്റെ മനസ്സിന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. മറ്റുള്ളവർ പലതും പറയുമ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് നിന്നെ വേണമായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. നിനക്കിവിടെ നിന്ന് പോയി തരാൻ പറ്റുമോ? ഈ ഡിവോഴ്സ് ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടത്തിനും എനിക്ക് എന്റെ ഇഷ്ടത്തിനും ജീവിക്കായിരുന്നു. ഇത്രയും കാലം എന്റെ കൂടെ നിന്നിട്ട് വഞ്ചിച്ചതിന് ഒരുപാട് നന്ദി. മരണം വരെ ഇനി നിന്റെ മുഖം കാണരുതെന്ന എന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. ഇനി നീ എന്റെ ഭാര്യയാന്ന് പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മേഘനെ. ഡിവോഴ്സ് ഒന്ന് കഴിഞ്ഞു കിട്ടാൻ പ്രാർത്ഥിക്കുക ഞാൻ. ഡിവോഴ്സ് ഒന്ന് കഴിഞ്ഞു കിട്ടാൻ പ്രാർത്ഥിക്കുക ഞാൻ. മിഥുനേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മിഥുനേട്ടന് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്ന അടുത്ത ക്ഷണം തൊട്ട് എന്റെ ജാതകത്തിന്റെ പ്രഭാവം മിഥുനേട്ടനെ തുണയ്ക്കാൻ പിന്നെ കൂടെ ഉണ്ടാവില്ല. ഏട്ടന്റെ ജീവൻ അപകടം പറ്റുമോ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പോവാൻ മടിക്കുന്നത്. വിവേക്, നമ്മുടെ അഡ്വക്കേറ്റ് വരാൻ ഇനി എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കാം. ശരി. ഇപ്രാവശ്യം എന്തായാലും ഡിവോഴ്സ് കിട്ടുമെന്നുള്ളത് ഉറപ്പായ ആന്റി. അത് പിന്നെ ചോദിക്കാനുണ്ടോ? വിവേക്,
നമ്മുടെ അഡ്വക്കേറ്റ് വരാൻ ഇനി എത്ര സമയമെടുക്കുമെന്ന് ചോദിക്കേ. ശരി. ഇപ്രാവശ്യം എന്തായാലും ഡിവോഴ്സ് കിട്ടുമെന്നുള്ളത് ഉറപ്പായ ആന്റി. അത് പിന്നെ ചോദിക്കാനുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തെ തടസ്സം മേഘനയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞായിരുന്നു. ഇപ്പൊ അവളെ രക്ഷിക്കാനെത്താനായിട്ട് അവളുടെ വയറ്റിൽ ആ പുഴുവില്ല, വേറൊരു നമ്പർ ഒട്ടും പ്രയോഗിക്കാനും പറ്റില്ല. മോളെ മേഘനെ, തെറ്റും ശരിയും ഏതാണെന്ന് കൺമുമ്പിൽ വ്യക്തമായിട്ട് കാണാം. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇവിടെ ആരും കേൾക്കാനില്ലല്ലോ മോളെ. ഈ അച്ഛന്റെ വാക്കുകൾക്ക് ഇവിടെ ആരും ഒരു വിലയും തരില്ല മോളെ. ഭാര്യയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന നിസ്സഹായനായ ഒരു വ്യക്തിയായി പോയി മോളെ ഞാൻ. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ബന്ധം രക്ഷിക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. അറ്റ കൈക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും മേഘനെ. അതൊന്നും വേണ്ട അച്ഛാ. അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നേ? നീ ഇതുവരെ ഗർഭിണി ആയിട്ടില്ല എന്നുള്ളതും ഡിവോഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാ ഗർഭിണിയാണെന്നുള്ള വ്യാജന അഭിനയിച്ചതെന്ന് ഞാൻ പറയട്ടെ. എങ്കിൽ മാത്രമേ മിഥുന്റെ മനസ്സിലെങ്കിലും ഉണ്ടായിരുന്ന സ്ഥാനം നിനക്ക് തിരികെ കിട്ടൂ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ഈ പ്രശ്നത്തിന് ഒരിക്കലും ഒരു പരിഹാരം ആവില്ല അച്ഛാ. പുതിയ പ്രശ്നത്തിന് വഴി ഒരുക്കേയുള്ളൂ. പുതിയ പ്രശ്നങ്ങളോ? ഇതൊരു തുടക്കമാണ് അച്ഛാ. അച്ഛൻ സത്യം പറഞ്ഞ ഒരു പക്ഷേ ഡിവോഴ്സിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷെ സഞ്ജനയുടെ ജീവിതം പിന്നെ എന്നൊരു ചോദ്യചിഹ്നമായിരിക്കും. എന്നാലും മോളെ, ഒന്നും വേണ്ടച്ചാ. പ്രശ്നങ്ങളെ നേരിടുന്നത് എനിക്ക് പുതുമയൊന്നുമല്ല. പക്ഷെ സഞ്ജന ചെറിയ കുട്ടിയാ. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഇതുവരെ പിടിച്ചു നിന്നത് തന്നെ വലിയ കാര്യ. അതിനിടയ്ക്കൂടെ സഞ്ജന ആകാശിലൂടെ ഗർഭിണിയായെന്നുള്ള കാര്യം മറ്റൊരാൾ അറിയുകയാണെങ്കിൽ അവള് വല്ല കടുങ്കൈ കാണിക്കുമെന്ന് പോലെ എനിക്ക് പേടിയുണ്ട്. അവൾക്ക് ഇത്തരം പ്രശ്നങ്ങളെ നേരിടാനുള്ള മനക്കെട്ടിയൊന്നുമില്ല. അതൊക്കെ ശരി തന്നെയാണ് മേഘന മോളെ. എന്നാലും ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ? സാഹചര്യങ്ങളോട് മല്ലിടുക എന്നുള്ളതല്ലാതെ നമുക്കിതിൽ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല അച്ഛാ. ബാക്കിയെല്ലാം ദൈവം തന്നെ തീരുമാനിക്കട്ടെ. അരുണിമമ്മേ, സമയായി, പെട്ടെന്ന് വന്നു. ആയിക്കോട്ടെ, വാ മിഥുൻ. എന്താ മേഘന ഇങ്ങനെ? ഈ വീട് എത്ര ഭംഗിയായി നോക്കി നടത്തിയിരുന്നവളാ നീ. എന്ന് നീയും ഇതിന് സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചവളാ ഞാൻ. എന്നിട്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർന്നടിയുന്നത് നോക്കി നിൽക്കാനാണല്ലോ എന്റെയും വിധി. നിങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി വരുത്തുമെന്ന് കരുതി. പക്ഷെ നീ അതിനെ ഇല്ലാതാക്കിയത് വലിയ ബുദ്ധിമോശമായിപ്പോയി. ഹായ് അച്ഛമ്മേ. എന്ത് പറ്റി അച്ഛമ്മേ? എന്താ കുത്തി വീർത്ത മുഖമായിട്ട്? എന്താണാവോ പ്രശ്നം? 2 ദിവസത്തേക്ക് എന്നെ കാണാതായപ്പോ എന്നെ ഓർത്തുള്ള വിഷമാണോ? അതിരിക്കട്ടെ, വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി? കോടതിയിലേക്ക് പോയിരിക്കുക. കോടതിയിലേക്കോ? എന്താ കാര്യം? മിഥുന്റെയും മേഘനയുടെയും വിവാഹമോചനത്തിന്. ഇതെന്താ പെട്ടെന്നൊരു തീരുമാനം? ഏട്ടത്തിയമ്മ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയില്ലേ? ഈ സമയത്ത് പെരുവഴിയിൽ ഇറക്കി വിടാൻ പോവാ? ഒന്നുമില്ലെങ്കിൽ ഇവിടത്തെ അനന്തരാവകാശിയല്ലേ മേഘനേട്ടത്തി ചുമക്കുന്നത്. അപ്പൊ കൂടെ ചേർത്ത് നിർത്തുന്നതിന് പകരം ആട്ടി പുറത്താക്കാ വേണ്ടേ? ഇനി എവിടുന്നാ മോളെ കുഞ്ഞൊക്കെ? ആ കുഞ്ഞിപ്പോ ഇല്ല എന്നല്ല പറയണ്ടേ, മേഘന അതിനെ കൊന്നു മോളെ. എങ്ങനെ കൊന്നു കളഞ്ഞു എന്ന് അച്ഛമ്മ പറയുന്നേ? മേഘന മനഃപൂർവ്വം അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളഞ്ഞു. ഇത് കണ്ടോ?
ഇതിൽ അവൾ അബോർഷൻ ചെയ്ത് കളഞ്ഞതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. നോക്ക്. ആയിക്കോട്ടെ, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ റിസപ്ഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. സിസ്റ്റർ, അബോർഷൻ ചെയ്യാനായിട്ടാ. അതിന്റെ പ്രോസസ് എന്തൊക്കെ?